Hello friends, welcome to Anju's Cooking World. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ചാനലിൽ കാണിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതുപോലെ തന്നെ 4 മണി പലഹാരമായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഏറ്റവും ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഉന്നക്കായയാണ്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും, അതിൽ ഓൾ എന്നയക്കണം, എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട അരിപ്പൊടിയാണ്. അപ്പോൾ ഗോൾഡ് വിൻ പറയുന്ന ഒരു കമ്പനിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മൈദയും പിന്നെ ആവശ്യാനുസരണം പഞ്ചസാരയും പിന്നെ ഒരു 2 നേന്ത്രപ്പഴം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വട്ടത്തിൽ. പിന്നെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പാനിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം, നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യാനുസരണം ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അരിപ്പൊടിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണ്ട. കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ മാവിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. വെള്ളം ഏറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാവ് കുഴയ്ക്കുന്നത് എത്ര ചെയ്താൽ അത് ശരിയായി വരില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിത് അവിടെ ഇലയൊക്കെ ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്കതൊന്നെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ കൂടി എടുക്കാം കേട്ടോ. എണ്ണയ്ക്ക് പകരം വെള്ളം വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിലേക്ക് ഓരോരോ പഴം അരിഞ്ഞതുകൂടി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് കുറഞ്ഞതായിട്ട് തോന്നിപ്പോയി. പിന്നെ അതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇല മടക്കാം. ഇല മടക്കുമ്പോൾ ആ കട്ടിയുള്ള ഭാഗം നോക്കിയിട്ട് വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാതും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് ഇതൊരു 15 മിനിറ്റ് വേണ്ടി വന്നു വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ഇലയട എന്ന് പറയുന്ന ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മടിച്ച് നൽകാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതിൽ ഓൾ എന്നയക്കണേ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.